ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VSM വ്ളോഗ്സ്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാംഗിൾ ഓർഗനൈസറാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ബാംഗിൾ ഓർഗനൈസറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വാങ്ങുമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ആയിരുന്നു ഡെലിവേർഡ് ആയത്. അതാണ്. അപ്പോൾ അതേ ഈ ഒരു വള നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, കാരണം ഞാനത് കാണിച്ചിട്ടില്ല. ഇതൊരു പുതിയ വളയാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഷോപ്പ് ചെയ്തത്. നേരത്തെ വീഡിയോയിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കാത്തത് കേട്ടോ. പിന്നെ ഇത് ഞാൻ ദേ കാണിച്ചിട്ടുണ്ട്, ബ്ലൂ ഗ്രീൻ ഇതൊക്കെ ഞാൻ ദേ ഇട്ട് വരെ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ ദേ ഈ സാധനം ഇങ്ങനെയാണ് കേട്ടോ കയറ്റുന്നത്. അപ്പോൾ ഞാൻ ദേ ഇപ്പോഴേ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത കളറെന്ന് പറയുന്നത് യെല്ലോ കളറാണ്. അടുത്ത് പിന്നെ ഇന്ത്യയിൽ ഇത് 4 വള മാത്രമുള്ള റെഡ് ഉണ്ട്. പിന്നെ എന്താ നമ്മുടെ ഗ്രീൻ കളറുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലാത്തൊരു വളയാണ്. ഇത് പുതിയ വളയാണ്. ഞാൻ 2 ദിവസം മുമ്പ് പേരൂർ കടയിൽ നിന്നുള്ള സ്റ്റാർ ഫാൻസിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു വളയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ യെല്ലോയും ഓറഞ്ച് ഒരേ കളറുള്ളത്. ഇനി ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ റെഡ് ഇത്. പിന്നെ ഈ ഒരു റോ ഒഴിഞ്ഞടക്കാണ്, കാരണം എനിക്ക് ബാക്കി കുറച്ച് വളയൊക്കെ വാങ്ങാനാണ്. ഇനിയും കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒഴിഞ്ഞിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 10 സെറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ട് കാണിക്കാം. ഇതാണ് ആ മയിൽപ്പീലി കളറ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ വള, അതുകൊണ്ട് ഞാൻ വാങ്ങിയത്. ഇതുപോലത്തെ കളേഴ്സ് ഞാൻ അന്വേഷിച്ച് നടന്നു. അപ്പോൾ എനിക്കിത് കിട്ടിയതാണ്. അങ്ങനെ ഇതിനൊരു 20 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ ഇത് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക്. ഇത് ഈ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇട്ട് കാണിച്ചു തന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ നല്ല ജോഡിയായിട്ട് ഇടാനും പറ്റുന്ന ഒരു വളയാണ്. അടുത്തത് നമ്മുടെ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ യെല്ലോ വളയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് എടുക്കാം എന്ന് കരുതി, അതുകൊണ്ടാണ് എല്ലാം കൂടെ ഇട്ട് കാണിച്ചു തന്നത്. അപ്പോൾ അത് പിന്നെ നമ്മളിതിൽ 4 വള മാത്രമേ ഉള്ളത് ഇതേ ഇട്ടിട്ടുണ്ട്. 4 വള മാത്രം ഉള്ളത് കൊണ്ടൊരു സുഖമില്ലല്ലേ. കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മുടെ ഗ്രീനാണ്. ഇത് ഞാൻ ഇട്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് പൊട്ടിയത്. അതിനുശേഷം നമ്മുടെ പുതിയതാണ്. ഞാൻ ഒരിടത്ത് ഇട്ടുകൊണ്ട് പോയി, പള്ളിയിലാണ് ഇട്ടുകൊണ്ട് പോയത്. ഇന്ന് ഇട്ടുകൊണ്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇത് നല്ല കട്ടിയുള്ള വളയാണ്, അതാണ് ഞാൻ എടുത്ത് തന്നെ കാണിച്ചു തന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. തറയിൽ വീണാൽ എനിക്ക് പൊട്ടില്ലെന്ന് തന്നെ തോന്നുന്നു. ഞാൻ ഇട്ട് പരീക്ഷിച്ചില്ല, പക്ഷെ നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നല്ല വളയാണ്. ഈ ഇടയ്ക്ക് ട്രെൻഡായതാണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണ് സംഭവം കാണുന്നത് തന്നെ. എനിക്ക് കണ്ടപ്പോൾ തന്നെ വാങ്ങുന്നത്. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേരൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ അന്വേഷിച്ച് നടന്ന് അങ്ങനെ എനിക്ക് പേരൂർ കടയിൽ നിന്ന് അവസാനം കിട്ടി. അപ്പോൾ ഞാൻ സ്പോട്ടിൽ തന്നെ വാങ്ങിയതാണ്. പിന്നെ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ഓറഞ്ച്, നമുക്ക് 2 ടൈപ്പ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ അതിലൊരു ടൈപ്പാണിത്. എനിക്ക് ഏത് ഓറഞ്ചാണ് ചേരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കുക. ഈ 2 ഓറഞ്ചിനെ ഇട്ടിട്ടുണ്ട്. ഇതിലേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചേരണതെന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിച്ചു തരണം. എനിക്ക് കൈക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത് നമ്മളിത് റെഡ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. സൈഡിൽ കൂടെ ബാക്കിയുള്ള വള കാണാമെന്ന് തോന്നുന്നു. എല്ലാം അലങ്കോലേക്ക് കിടക്കുകയാണ് അവിടെ. ഓക്കെ, ഇത് മെറൂണായിട്ടൊക്കെ തോന്നിയേക്കാം, അത് ലൈറ്റിൻ്റെ ഇതാണ്. നല്ല പ്യുവർ റെഡാണത്. പിന്നെ നമുക്കിതിനെ പറ്റി നമ്മൾ റോഡ് ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇടാം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തന്നെ ഇടാം. അപ്പോൾ നമുക്ക് ആ റോഡ് ഇല്ലെങ്കിലും തന്നെ നമുക്കത് വേറെ എന്തെങ്കിലും യൂസിന് നമുക്ക് ആ ഒരു പെട്ടി യൂസ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പെട്ടി വെക്കാനായിട്ട്. ആ ഒരു സംഭവം റോഡ് വെക്കാനായിട്ടുള്ളത് ഇത്ര ബ്രെഡ്ത്തും ലെങ്ത്തും ഉള്ളതാണ് കേട്ടോ അത്. അപ്പം ഞാൻ നല്ല എടുത്തൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഓർഗനൈസേഴ്സൊക്കെ നല്ല യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഇനിയും ഇതൊക്കെ വാങ്ങുന്നതായിരിക്കും. കാരണം ഒരു കുപ്പികളെ കൂടി വരുന്നത് കൊണ്ട് അങ്ങനെയാണ്. അത് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്തത് അങ്ങനെയാണ് നോക്കി വയ്ക്കുന്നത്. അതിലിങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിൽ കൂടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അതിൽ പക്ഷേ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് റോഡ്. കാരണം നമ്മൾ വളയൊക്കെ വയ്ക്കുന്നില്ലേ, അപ്പോൾ അത് നല്ലതുപോലെ ഇരിക്കുവാനും അങ്ങനെയുള്ളതാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വള പൊട്ടിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവരെങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അതിൽ നിന്ന്. അതാണ് കുറച്ച് ലൂസാക്കി തന്നെയാണ് അവർ വെച്ചേക്കുന്നത്. നമ്മൾ 4 ഉണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വളയൊക്കെ ഇവിടെ അലങ്കോലാക്കി കിടക്കുകയാണ്. ഓരോന്നിട്ടും ഞാൻ അങ്ങോട്ടെടുത്ത് വയ്ക്കും. അങ്ങനെ അലങ്കോല ഇത് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കതെല്ലാം എടുത്ത് വയ്ക്കണം. അതിന് മുമ്പ് എനിക്കൊരു ഒരു കുട്ടി ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ ആക്ഷനൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് 10 സെറ്റായല്ലോ. അപ്പോൾ ആ എല്ലാ സെറ്റിലുള്ള വള എനിക്ക് ഒരുമിച്ചിടണം. ഒന്നൊന്നായിട്ട് എനിക്ക് ഇടണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇട്ട് കാണിച്ചാലോ. ഇതാണ് 10 വളയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒരു കളർ സെൻസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. എനിക്ക് എല്ലാം കൂടെ ഇട്ടപ്പോൾ നല്ലതായിട്ട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നല്ല രസമാണ്. ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയും കുപ്പിയാണ് കേട്ടോ, നമ്മുടെ കുപ്പി വളയാണ് ഇത്രയും. അപ്പോൾ എനിക്കിത് കുറേ തന്നെ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ എനിക്കിപ്പോൾ എൻ്റെ കൈയെന്ന് വെച്ചത് വളർന്ന് വരുന്നൊരു ടൈമാണ്. അപ്പം നമ്മുടെ കൈയുടെ സൈസൊക്കെ മാറും. അപ്പോൾ ഇത് കുഞ്ഞു വളയായി മാറും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വിചാരിക്കുന്നതായിരിക്കും. ഇത് ഞാൻ വിൽക്കും കേട്ടോ. ഞാൻ വാങ്ങിയ പൈസയ്ക്ക് ഞാൻ ഇത് തന്നെ വിൽക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. എന്നിട്ട് ആ പൈസയ്ക്ക് തന്നെ ഞാൻ വീണ്ടും ഇതേ കളറിലെ വലിയ സൈസ് വാങ്ങിയിടും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര സേഫായിട്ട് എൻ്റെ കുപ്പികൾ പൊട്ടാതെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ല സേഫായിട്ടിരിക്കുന്ന ഒരു ഓർഗനൈസർ വാങ്ങിയത്. പൊട്ടിപ്പോയ പിന്നെ എനിക്ക് വിറ്റിട്ട് വേറെ വാങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര മെയിനായിട്ട് ഞാൻ ഈ സാധനം വാങ്ങിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ബൈ ബൈ. നമുക്കിനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. The ones we keep close, we should never let